ഇന്ന് നമുക്കൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. ഈ എസ്തെറ്റിക് ആയിട്ടുള്ള മിക്ക ടേബിളിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ഓർഗനൈസറാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഫോം ബോർഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിനി അതിൻ്റെ സൈസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഈ കാണിക്കുന്ന പീസസ് അല്ലാതെ 3 പീസും കൂടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇതുണ്ടാക്കാൻ യൂസ് ചെയ്തേനെ. പിന്നെ ഞാൻ എൻ്റെ ഐഡിയയിൽ ഒരു റഫ് പിക്ചർ ഞാൻ വരച്ചെടുത്തായിരുന്നേ, അതാട്ടോ ഇത്. ഞാൻ ഈ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര പവറാണ്, നമ്മൾ വെക്കുമ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് ചെറുതല്ല, കുറച്ച് കൂടുതൽ വളവൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഓർഗനൈസറിന്. പിന്നെ ഈ ഫോം ബോർഡിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് 1 സ്ക്വയർ ഫീറ്റിന് 50 രൂപ ആണായത്. ഞാൻ 4 സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ചു. മൊത്തത്തിൽ എനിക്ക് 200 രൂപ ആട്ടോ ആയത്. ഈ ഓർഗനൈസർ കാണുമ്പം ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അല്ല ഗൈസ്, ഭയങ്കര പാടാണ് ഇത് ഉണ്ടാക്കാനേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഫ്ലോപ്പ് ആയാന്ന് ചോദിച്ചാൽ ഫ്ലോപ്പായി, ഫ്ലോപ്പ് ആയില്ലേന്ന് ചോദിച്ചാൽ ഫ്ലോപ്പായില്ല. അതായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ കയ്യിൽ അങ്ങനെ ക്യൂട്ടും എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ സെറ്റാക്കിയത്. ഞാൻ ഒരു ടേബിൾ മേക്കോറിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സെറ്റാക്കാവേ.